എന്നോടൊന്നും ചോദിക്കുന്ന കേട്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഞാനങ്ങ് ഭയന്നു പോയി. ഇത്രയുള്ള കാര്യം. ബാങ്ക് അക്കൗണ്ട് ഈ നിങ്ങൾ ചിലർ പറയുന്നത് പോലെ ഈ എത്രയോ കൂടുതൽ നമ്പർ പറയുന്നില്ലേ, ആ നമ്പറൊന്നും വീണയുടേതല്ല. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, ഒരു അക്കൗണ്ടാണത്. അമ്പഴങ്ങ പോയാൽ ആന പോയെന്ന് പറയുന്നവരാ നമ്മുടെ നാട്ടുകാർ. വൈരാഗ്യ സാറേ, അത് ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ടേക്ക് തുടങ്ങിയത്. അത് വസ്തുതയാണ്. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. പുറത്ത് കുറെ കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. അല്ല, അവിടെ കൂടിയത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, നമ്മുടെ ഈ നഗരത്തിലെ പിണറായിയെ സ്നേഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവിടെ വന്നു. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് തുടരാൻ പോലീസ്. നിലവിൽ 18 പേരാണ് അറസ്റ്റിലായത്. കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നവർക്ക് പഴുതുകളില്ലാത്ത നിയമ നടപടികളാണ് നേരിടേണ്ടി വരിക. കേവലം ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നതിന് മാത്രം 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പാണ് ഇതിൽ ചുമത്തുക. ഉദ്യോഗസ്ഥരെ ശാരീരികമായി ഉപദ്രവിക്കുകയോ അവർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിക്കുകയോ ചെയ്താൽ നിയമം കൂടുതൽ കർശനമാകും. BNS സെക്ഷൻ 122 പ്രകാരം 10 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമായി ഇത് മാറും. എന്നോടൊന്നും ചോദിക്കുന്ന കേട്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. വർഷങ്ങളോളം നീളുന്ന വിചാരണകളും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത യൗവനവും ഇതിനെല്ലാം പുറമെ കോടതി വിധിക്കുന്ന ഭീമമായ പിഴയും ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ പൂർണ്ണമായും തകർത്തെറിയും. കാറടിച്ച് വിളിച്ച സഹകന്മാരൊക്കെ എവിടെയാണ്? സന്തോഷായില്ലേ? സന്തോഷായി, നല്ല സന്തോഷായി. പോയപ്പാ പാവപ്പെട്ടവും പോയി. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ മാത്രം പറഞ്ഞേക്കാം. എന്നോടൊന്നും ചോദിക്കുന്ന കേട്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം.